ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം. മണിയുടെ 10 വർഷത്തെ ബാങ്ക് ഇടപാടുകൾ അന്വേഷിക്കാനാണ് തീരുമാനം. സാമ്പത്തിക ഇടപാടിൽ ഇന്നലെ മുതൽ അന്വേഷണം തുടങ്ങി. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്ന കൂടുതൽ പേരെ SIT ചോദ്യം ചെയ്യും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഗുഡ് മോർണിംഗ്. കൂടുതൽ അന്വേഷണത്തിലേക്ക് SIT കടക്കുകയാണ്. ഈ 10 വർഷത്തെ ബാങ്ക് ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിലേക്ക് തനിക്കിതുമായൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് അങ്ങനെ നിരന്തരം പറയുന്നുണ്ടായിരുന്നു ഡി മണി. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് SITക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു അന്വേഷണം. മാത്രവുമല്ല, മറ്റു ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അത് ആരിലേക്കൊക്കെ ആയിരിക്കും ഇനി പോവുക? മോത്തി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ വ്യവസായിയും നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദിണ്ടുകലിലുള്ള മണി എന്ന ഡി മണിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഇന്നലെ തിരുവനന്തപുരത്ത് ഏതാണ്ട് 10 മണിക്കൂർ ഈ മണിയെയും ഒപ്പം തന്നെ അയാളുടെ 2 കൂട്ടുകാരെയും ചോദ്യം ചെയ്തു. അതിനുശേഷം വൈകുന്നേരത്തോടെ വിട്ടയക്കുകയാണ് ചെയ്തത്. പക്ഷേ മണിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് SITയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണി പറയുന്ന കാര്യങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട്. മണിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. അത് ദൂരീകരിക്കാനുള്ള ഒരു നീക്കമാണ് SIT നടത്തുന്നത്. മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് തീരുമാനം. കാരണം ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ വ്യവസായി നൽകിയ വിവരം വെച്ചിട്ടാണെങ്കിൽ ഇയാൾ കോടിക്കണക്കിന് രൂപയുടെ ഈ ആന്റിക് വിൽപ്പനകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മണിയുടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്താനാണ് തീരുമാനം. ഇന്നലെ മുതൽ ആ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം SIT ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. മണിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളും രേഖകളും SIT ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 6-7 വർഷത്തിനുള്ളിലാണ് മണിയുടെ സാമ്പത്തികമായി വളരെ വലിയ വളർച്ച ഉണ്ടായത് എന്നാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ ആ കാലഘട്ടത്തിൽ എവിടെ നിന്നാണ് പണം വന്നത്, എന്താണ് ഇയാളുടെ ഈ സാമ്പത്തിക സ്രോതസ്, ഇത്ര വലിയ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നതൊക്കെ സംബന്ധിച്ചാണ് അന്വേഷണം. അപ്പോൾ അതിൽ നിന്ന് ഇയാൾക്ക് സ്വർണ്ണക്കൊള്ളയുമായി ഏതെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനാകും എന്നാണ് SIT കരുതുന്നത്. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലൊന്നും കൃത്യമായി ഇയാളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ സാമ്പത്തിക വശം കൂടി പരിശോധിച്ച ശേഷം ഇയാളെ ആവശ്യമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെടുത്താൻ കഴിയുമെന്നാണ് നോക്കുന്നത്. ആ സാമ്പത്തിക അന്വേഷണം നടത്തിയതിനു ശേഷം ഇയാളെ വീണ്ടും വിളിച്ചു വരുത്തും. അതിനൊപ്പം തന്നെ നമുക്കറിയാം, അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. അതിനൊപ്പം തന്നെ PS പ്രശാന്ത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള കുറച്ച് പേരുടെ പട്ടിക കൂടി അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടി മൊഴിയെടുക്കാനായി വിളിപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അത് ഉന്നത സ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിലുള്ളവർ അടക്കം ഈ പട്ടികയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവരെയൊക്കെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനും അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് അറിയാനുമുള്ള ഒരു നീക്കമാണ് SIT നടത്തുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ അതിനകത്തൊരു ആ മൊഴിയിൽ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷനും അതുപോലെ തന്നെ അതിനകത്ത് പരിശോധനകളും ആവശ്യമാണെന്നാണ് SIT വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് കടകംപള്ളി സുരേന്ദ്രനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ വിളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. അദ്ദേഹത്തിനെതിരെ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മൊഴിയുണ്ട്. അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് മന്ത്രി അറിയാം എന്നൊക്കെ, മുൻ മന്ത്രി അറിയാം എന്നൊക്കെയുള്ള മൊഴിയുമുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വെരിഫിക്കേഷൻ ഒക്കെ ആവശ്യമാണെന്നാണ് വ്യക്തമാക്കുന്നത്. അതിനപ്പുറം ഇനിയൊരു പെട്ടെന്നൊരു ചോദ്യം ചെയ്യൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് PS പ്രശാന്തിന്റെയും ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെയും കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന, സൗഹൃദം പുലർത്തിയിരുന്ന, ഒരുപക്ഷെ സാമ്പത്തിക ഇടപാടുകൾ വരെ നടത്തിയിരുന്ന ആൾക്കാരുടെ ഒരു പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇനിയുള്ള 2 ആഴ്ച നിർണായകമാണ്. കാരണം SITക്ക് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ കുറ്റപത്രം നൽകേണ്ടുന്ന ഘട്ടം കൂടി എത്തുകയാണ്.